സിന്ദൂരരേഖ ഭാഗം 124. പെട്ടെന്ന് സൂര്യൻ മുറിക്കുള്ളിലേക്ക് ദേഷ്യത്തോടെ കയറി ചെന്നു. അവൻ മേശപ്പുറത്ത് ശക്തമായി അടിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് വന്നു നിന്നു. ഇനിയും ഇവിടെ കിടന്ന് അഭിനയിക്കാൻ നോക്കണ്ടടി. നുണപരിശോധനയിൽ നിന്റെ കള്ളത്തരം മുഴുവൻ പുറത്തു വന്നു കഴിഞ്ഞു. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ജീവനോടെ വിടില്ല. സൂര്യന്റെ ആ രൗദ്രഭാവത്തിന് മുന്നിലും മെഷീനിലെ തെളിവുകൾക്ക് മുന്നിലും അനവധി ആകെ തകർന്നുപോയി. തന്റെ കളി അവസാനിച്ചു എന്നവൾക്ക് മനസ്സിലായി. അവളുടെ മുഖത്തെ ആ പാവത്താൻ ഭാവം പെട്ടെന്ന് അപ്രത്യക്ഷമായി. പകരം കടുത്ത അഹങ്കാരവും ക്രൂരതയും നിറഞ്ഞൊരു ഭാവം അവളുടെ മുഖത്ത് തെളിഞ്ഞു വന്നു. അവൾ ഉറക്കെ ക്രൂരമായി തന്നെ ചിരിച്ചു. അതെ സാർ, ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണ്, അവൾ ധിക്കാരത്തോടെ തന്നെ പറഞ്ഞു. ആ ശബ്ദം സ്പീക്കറിലൂടെ പുറത്തു കേട്ട മനുവിന് വീണ്ടും താൻ ചതിക്കപ്പെട്ടു എന്നതുപോലെയാണ് തോന്നിയത്. ഇത്രയും നേരം താൻ സഹതാപം കാണിച്ച പെണ്ണ് യഥാർത്ഥത്തിൽ ഒരു വിഷപ്പാമ്പായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. എനിക്ക് മാനവനെ ഇഷ്ടമായിരുന്നു, പക്ഷേ അത് അവനോടുള്ള പ്രണയം കൊണ്ടൊന്നും ആയിരുന്നില്ല. അവൻ്റെ കോടികളുടെ സ്വത്തും ഈ വലിയ ഹോസ്പിറ്റലും പദവിയും കണ്ട് എൻ്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ അവൻ്റെ പുറകെ നടന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അവൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് കയറിയതും അവനെ ഇംപ്രസ് ആക്കാൻ വേണ്ടിയിട്ട് പാവത്തിനെ പോലെ അഭിനയിച്ചതും എല്ലാം. അവൾ ഒരു കഥയുടെ ആരും അറിയാത്ത ചുരുളുകൾ അഴിക്കും പോലെ എല്ലാവർക്കും മുന്നിൽ അത് തുറന്നു പറഞ്ഞു. ഇനി തനിക്ക് നേരിടാൻ ഒന്നുമില്ല എന്ന പോലെ അവളുടെ ചുണ്ടിൽ അന്നേരം മുന്നേ കണ്ട നിസ്സഹായത ആയിരുന്നില്ല. ഇപ്പോൾ ഒരുതരം ദേഷ്യമായിരുന്നു, വിഭ്രാന്തി പോലെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് സിറിൽ സാർ വരുന്നത്. ആൾക്ക് എൻ്റെ ഈ കളികളൊക്കെ എളുപ്പം മനസ്സിലായി. മനുവിനേക്കാൾ വലിയ തറവാടും പണക്കാരനുമായ സിറിലിനെയും കൂടാതെ അയാളുടെ മകൻ സാമുവലിനെയും കണ്ടപ്പോൾ ഞാൻ മാനവിനെ മറന്ന് അവനെ തേടിപ്പോയി. പിന്നീട് സാമുവൽ ഞാനായിട്ട് പ്രണയത്തിലായി. അപ്പോഴാണ് മനുവിനെ തകർക്കാൻ അവരൊരു പ്ലാൻ ഇട്ടത്. സാമുവലിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന പോലെ ആയിരുന്നു അന്നേരം. കാരണം പണമായിട്ടും അല്ലാതെയും അവരെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരിങ്ങനെയൊരു പ്ലാൻ ഇട്ടപ്പോഴും ഞാൻ അവരുടെ കൂടെ സന്തോഷത്തോടെ തന്നെ കൂട്ടുനിന്നു. സൂര്യനോട് ഉറക്കെ വിളിച്ചു പറയുന്നവളെ കാണെ മുറിക്ക് പുറത്തു നിന്ന മനു ദേഷ്യം കൊണ്ട് വിറച്ചു. കൈകൾ ചുരുട്ടിപ്പിടിച്ച് അവൻ കതക് തുറന്ന് അകത്തേക്ക് കയറി. ഡി നീ എന്ന് പറഞ്ഞ് മനു മുന്നിലേക്ക് വരാൻ ഒരുങ്ങിയതും സൂര്യൻ അവനെ തടഞ്ഞു നിർത്തി. അവൾ ബാക്കി പറയട്ടെ എന്ന പോലെ. അപ്പോഴും അവളൊരു പുച്ഛത്തോടെയാണ് അവനെ നോക്കിയത്. പിന്നെ അന്ന് ഹോട്ടൽ റൂമിൽ വെച്ച് എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല. ആ റേപ്പ് മാർക്കുകളും ശരീരത്തിലെ ചതവുകളും എല്ലാം എനിക്ക് ആർട്ടിഫിഷ്യലായിട്ട് മേക്കപ്പ് ഉപയോഗിച്ച് ചെയ്തു തന്നതാണ്. അന്ന് ആ മഴയുള്ള രാത്രിയിൽ നിന്റെ വണ്ടിയുടെ മുന്നിലേക്ക് ഞാൻ തന്നെയാണ് ചാടിയത്. നീ വരുന്നത് കണ്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് വന്ന് വീണതാണ്. എല്ലാം നിന്നെ ജയിലിലാക്കാനും നിന്റെ കരിയർ തകർക്കാനും വേണ്ടി സിറിലും ഞാനും ഒക്കെ കൂടി ചെയ്ത നാടകമായിരുന്നു. അതിലൂടെ അവർക്ക് നിന്റെ ഹോസ്പിറ്റൽ സ്വന്തമാക്കാം. അവരുടെ തകർന്ന ഹോസ്പിറ്റൽ നീ എടുത്ത് വിജയിപ്പിച്ചത് കണ്ടാൽ പിന്നെ അവർക്ക് സഹിക്കുമോ? അതുകൊണ്ട് അവരതങ്ങ് തിരിച്ചെടുക്കാമെന്ന് കരുതി. പിന്നെ അതിന്ന് എനിക്കുള്ള ഷെയർ വേറെ. എന്നിട്ടാ കുഞ്ഞോ? സൂര്യൻ കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. ആ കുഞ്ഞ് അതെൻ്റെയും സാമുവലിൻ്റെയും ചോരയാണ്. പിന്നെ മാനവ് ഡോക്ടറുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവനെ ഇനിയും ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും ഈ കളി തുടങ്ങിയത്. കല്യാണത്തലേന്ന് മെസ്സേജ് അയച്ചതും ഹൈദരാബാദിലേക്ക് താമസം മാറിയതും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്തതാണ്. നിന്റെ വൈഫിനെ വിളിച്ച് മാനസികമായി തകർത്തതും മാനവിൻ്റെ സ്വത്തിൽ നിന്നൊരു വലിയ പങ്ക് ചോദിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ നീ ഇത്രയും വലിയൊരു ചതി ഞങ്ങളോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ പല്ലിറുമി പറഞ്ഞു. ഒരു നിരപരാധിയായ പെൺകുട്ടിയെയാണ് എന്ന് കരുതി താൻ ഇത്രയും നേരം സഹതാപം കാണിച്ച അനവദ്യ യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതം തകർക്കാൻ ഇറങ്ങിത്തിരിച്ച ഏറ്റവും ക്രൂരയായ വൃത്തികെട്ടവളായിരുന്നു എന്ന് മനു അന്നേരം പൂർണ്ണമായി തിരിച്ചറിഞ്ഞു. അവൻ അവളുടെ മുന്നിൽ വന്നു നിന്നു. അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള അമർഷം നിറഞ്ഞു നിന്നു. നിന്നെപ്പോലൊരു ജന്മം, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് പറയാൻ പോലും നിനക്ക് അർഹതയില്ലടി. മനുവിൻ്റെ ശബ്ദം ദേഷ്യം കൊണ്ട് വിറച്ചു. എൻ്റെ ജീവിതവും ജീവനും തകർത്ത നിനക്കും നിന്റെ കാമുകൻ സിറിലിനും സാമുവലിനും ഒക്കെയുള്ള ശിക്ഷയും മനു തന്നിരിക്കും. നിയമത്തിന് മുന്നിൽ നിന്നെ ഞാൻ ഇല്ലാതാക്കും. മനു അത് പറഞ്ഞ് സൂര്യന് നേരെ തിരിഞ്ഞു. സൂര്യ, ഇവള് പറഞ്ഞ ഈ സത്യങ്ങൾ ഓഡിയോ സഹിതം റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? സാമുവലിനും സിറിലിനും ഒപ്പം ഇവളെയും പ്രതി ചേർക്കണം. എനിക്കിനി ഇവളുടെ മുഖം കാണണ്ട. ഈ തെളിവ് വെച്ച് ഇവൾക്കിനി പുറം ലോകം കാണാൻ കഴിയില്ല, സൂര്യൻ ഉറപ്പിച്ചു പറഞ്ഞു. ആ കുഞ്ഞിനെയെങ്കിലും ഇതിന്ന് വെറുതെ വിടായിരുന്നില്ലേ? കുഞ്ഞിൻ്റെ പേര് പറഞ്ഞു പോലും നാടകം. മനു അവളെ അറപ്പോടെ നോക്കി. ഓ, എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ ആ സ്ത്രീ എൻ്റെ അമ്മയൊന്നുമല്ല. അവരാണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവൻ്റെ കാര്യം അവർ നോക്കിക്കോളും. അവൾ നിസ്സാരം പോലെ പറയുന്നത് കേട്ടതും പെട്ടെന്ന് മനുവിൻ്റെ ഉള്ളിൽ അമ്മാളുവിൻ്റെ മുഖമാണ് വന്നത്. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നിട്ടും അത് കിട്ടാതെ പോയപ്പോഴുള്ള അവളുടെ സങ്കടം, നിസ്സഹായത, അത് ഓർക്കുമ്പോൾ മുന്നിലിരിക്കുന്നവളെ ജീവനോടെ കുഴിച്ചു മൂടാനാണ് അവന് തോന്നിയത്. മനു ഒട്ടും സമയം കളയാതെ ലാബിൽ നിന്നും പുറത്തേക്ക് നടന്നു. അവന് പിന്നാലെ തന്നെ സൂര്യനും വന്നിരുന്നു.
മനു, എനിക്ക് വീണ്ടും എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നുന്നു. സൂര്യൻ അവന് പിന്നാലെ വന്ന് അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. മനുവിനും അതിലെന്തൊക്കെയോ ശരികളുണ്ടെന്ന് തോന്നാതിരുന്നില്ല. അവൾ പറഞ്ഞതിൽ നിന്നും കേട്ടതിൽ നിന്നും എന്തൊക്കെയോ ഒരു പ്രശ്നം. ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് നടത്തിയപ്പോൾ ഇത്രയും വേഗം അവൾ കള്ളം സമ്മതിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇനിയും തങ്ങൾക്കിടയിൽ അറിയാതിരിക്കുന്നുണ്ട് എന്നവന് തോന്നി. അല്ലെങ്കിൽ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ടെസ്റ്റിന് ശേഷവും അവൾ ഇങ്ങനെയൊന്നും വിളിച്ച് പറയില്ല. സൂര്യ, ഐ തിങ്ക് അവർക്കിതിനെല്ലാം വേണ്ട ഏതോ ശക്തമായ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കില്ല. പോരാത്തതിന് ഇങ്ങനെയൊരു കാര്യം ഇത്ര വേഗത്തിൽ അവർ സമ്മതിക്കുകയില്ലായിരുന്നു. മനു അവൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം സൂര്യനോട് തുറന്നു പറയുക തന്നെ ചെയ്തു. എനിക്കും അത് തോന്നി. ഇതിൽ ലീഗൽ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അവളുടെ സംസാരവും ബാക്കിയുള്ളവരുടെയൊക്കെ ഒരു കൂസലില്ലായ്മയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ദേ ഹാവ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ്. അവരങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയം കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ഒരു ആഡംബരമായ കാറ് വന്ന് നിന്നു. എല്ലാവരുടെയും ശ്രദ്ധ നിമിഷ നേരം കൊണ്ട് അതിലേക്കായി. അതിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ടതും സൂര്യൻ പോലും ഒരു നിമിഷത്തേക്ക് ഒന്ന് സ്റ്റക്കായി പോയിരുന്നു. അഡ്വക്കേറ്റ് ബ്രഹ്മദത്തൻ? മനുവിൻ്റെ നാവിൽ നിന്നും ആ പേര് അറിയാതെ തന്നെ വന്നു പോയിരുന്നു. ഇരുവരും ബഹുമാനത്തോടെ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റുകൊണ്ടാണ് അയാളെ നോക്കിയത്. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ സുപ്രീം കോടതി ക്രിമിനൽ ലോയറാണ് അഡ്വക്കേറ്റ് ബ്രഹ്മദത്തൻ. പണം എത്ര കൊടുത്താലും തെളിവുകൾ എത്ര ശക്തമായാലും താൻ ഏറ്റെടുക്കുന്ന പ്രതികളെ നിയമത്തിൻ്റെ അതിസൂക്ഷ്മമായ പഴുതുകളിലൂടെ പുറത്തേക്കിറക്കുന്നതിൽ അയാൾ ഒരു മാന്ത്രികനാണ്. ലക്ഷങ്ങൾ മണിക്കൂറുകൾക്ക് വേണ്ടി ഫീസ് വാങ്ങുന്ന അയാളിതാ തങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ബ്രഹ്മദത്തൻ പതുക്കെ നടന്ന് മനുവിൻ്റെയും സൂര്യൻ്റെയും അരികിലേക്ക് വന്ന് നിന്നു. അയാളുടെ മുഖത്ത് ഒരു നിഗൂഢമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് കമ്മീഷണർ സൂര്യൻ ആൻഡ് ഡോക്ടർ മാനവർമ്മ. അവർക്ക് മുന്നിലെത്തിയതും ബ്രഹ്മദത്തൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം അവിടെ മുഴങ്ങി. മിസ്റ്റർ ബ്രഹ്മദത്തൻ, നിങ്ങളിവിടെ? സൂര്യൻ തൻ്റെ ആശ്ചര്യം ഒട്ടും മറച്ചുവെക്കാതെ തന്നെ ചോദിച്ചു. അതെ മിസ്റ്റർ സൂര്യൻ, ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഓർഗൻ മാഫിയ കേസിനെക്കുറിച്ചും അതിൻ്റെ വരും വരാഴികളെക്കുറിച്ചും ഒക്കെ ഒരു പ്രാഥമിക പഠനം നടത്താൻ, അതായത് എ കൈൻഡ് ഓഫ് കേസ് സ്റ്റഡി നടത്താൻ സുപ്രീം കോടതിയിൽ നിന്നും നേരിട്ട് വന്നതാണ്. സാഹചര്യം വിലയിരുത്താനും പ്രതികളുടെ അവസ്ഥ വിശകലനം ചെയ്യാനും എനിക്ക് ചില നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബ്രഹ്മദത്തൻ ശാന്തമായി തന്നെ പറഞ്ഞു. നിർദ്ദേശങ്ങളോ? ആരിൽ നിന്ന്? മനു അക്ഷമയോടെ ചോദിച്ചു. ബ്രഹ്മദത്തൻ മനുവിനെ നോക്കിയൊന്ന് ചിരിച്ചു. വേറെ ആരുമല്ല, തൻ്റെ സ്വന്തം കൃഷ്ണനമ്മാവൻ. അയാൾ തന്നെയാണ് എനിക്ക് ഈ കേസിൻ്റെ ഫയലുകൾ കൈമാറിയതും സാമുവലിനും സിറിലും വേണ്ടി സുപ്രീം കോടതിയിൽ വക്കാലത്തൊപ്പിടാൻ എന്നെ ചുമതലപ്പെടുത്തിയതും. കൃഷ്ണനമ്മാവൻ്റെ രാഷ്ട്രീയ സ്വാധീനവും എൻ്റെ ലീഗൽ ബുദ്ധിയും ചേരുമ്പോൾ ഈ കേസ് ഏത് ദിശയിലേക്കാവും പോകുന്നത് എന്ന് ഞാനിനി പറഞ്ഞു തരണ്ടല്ലോ. അമ്മാവൻ്റെ പേര് കേട്ടതും മനുവിൻ്റെ തലച്ചോറിലേക്ക് ഒരു മിന്നൽ അടിച്ചു കയറി. ബ്രഹ്മദത്തൻ സൂര്യന് നേരെ തിരിഞ്ഞു. കമ്മീഷണർ, നിങ്ങളിപ്പോൾ നടത്തിയ ഈ നുണപരിശോധനയുടെ ഫലമൊന്നും കോടതിയിൽ നിലനിൽക്കില്ലെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. കൃത്യമായ മജിസ്ട്രേറ്റ് പെർമിഷൻ ഇല്ലാതെയും പ്രതിഭാഗം വക്കീലിൻ്റെ സാന്നിധ്യമില്ലാതെയും ഒക്കെ എടുത്ത ഇത്തരം ശാസ്ത്രീയ തെളിവുകളെ വെറും 5 മിനിറ്റ് കൊണ്ട് കോടതിയിൽ ഞാൻ പൊളിച്ചെടുക്കും. അതുകൊണ്ട് കളി ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞു. ഒരു ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കോടതിയിൽ കാണാം. അത്രയും പറഞ്ഞുകൊണ്ട് ബ്രഹ്മദത്തൻ തൻ്റെ കാറിലേക്ക് തിരികെ കയറി. അയാളുടെ വണ്ടി അവിടെ നിന്നും അതിവേഗം പാഞ്ഞുപോയി. അയാൾ പോയ വഴിയെ നോക്കി സൂര്യൻ കടുത്ത ദേഷ്യത്തോടെ പല്ലിറുമ്മി. അതേ ദേഷ്യത്തോടെ തന്നെ മനുവിന് നേരെ സൂര്യൻ തിരിഞ്ഞു നിന്നു. മനു, നമ്മുടെ ഊഹം 100% ശരിയാണ്. അവർക്ക് നമ്മൾ വിചാരിച്ചതിലും ശക്തമായ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ സപ്പോർട്ടുണ്ട്. നിന്റെ കൃഷ്ണനമ്മാവൻ വിചാരിച്ചാൽ ഈ കേസ് അട്ടിമറിക്കാൻ വലിയ പ്രയാസമില്ല. ബ്രഹ്മദത്തനെ പോലൊരു വമ്പൻ സ്രാവ് ഇറങ്ങിയിരിക്കുന്നത് കേസ് സ്റ്റഡി ചെയ്യാനാണ്. അതുകൊണ്ട് നമ്മുടെ ഭാഗം ഇനിയും ശക്തമാക്കണം. അനവധ്യയുടെ ഈ വെളിപ്പെടുത്തലുകൾ ഔദ്യോഗികമായി കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ നമ്മൾ പുതിയ വഴികൾ നോക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഇവന്മാർ നാളെ ജാമ്യത്തിൽ ഇറങ്ങി നടക്കും. സൂര്യൻ പറഞ്ഞ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ മനുവിൻ്റെ ഉള്ളിൽ വലിയൊരു തീ എരിയുന്നുണ്ടായിരുന്നു. ചതിയുടെയും വഞ്ചനയുടെയും ആഴം അവൻ പകയോടെയും ദേഷ്യത്തോടെയും തിരിച്ചറിയുകയായിരുന്നു. തൻ്റെ കുടുംബത്തിനും തനിക്കും നീതി കിട്ടാൻ വേണ്ടി ആരോടാണെങ്കിലും പൊരുതാൻ അന്നേരം അവൻ മാനസികമായി തയ്യാറെടുത്തു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.